Hello guys, welcome to mfc-creations. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഇമെയിൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഓത്തൻറ്റിക്കേഷൻ മിഡിൽവെയർ ആണ്. ഈ ഓത്തൻറ്റിക്കേഷൻ മിഡിൽവെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഒരു ഓത്തൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇനി ഫ്രണ്ട് എൻഡിൽ നിന്ന് അയക്കുന്ന ഓരോ റിക്വസ്റ്റിലും അവർ ഓത്തൻറ്റിക്കേഷൻ ടോക്കണോട് നമ്മൾ ഇവിടുന്ന് ലോഗിനിൽ അയക്കുന്ന ഓത്ത് ടോക്കണോടെ അതിൻ്റെ ഹെഡറിൽ റിക്വസ്റ്റിൻ്റെ ഹെഡറിൽ നമുക്ക് അയച്ചു തരണം. സോ നമ്മളിവിടെ ബാക്കെൻഡിൽ ആ ഹെഡറിൽ ഓത്ത് ടോക്കൺ ഉണ്ടോ, അതുപോലെ തന്നെ ടോക്കൺ ഉണ്ടെങ്കിൽ അത് വെരിഫൈഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓത്തൻറ്റിക്കേഷൻ മിഡിൽവെയർ യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ മിഡിൽവെയർ ഫോൾഡറിൽ വന്നിട്ടൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. auth.middleware.ts. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഫ്രം എക്സ്പ്രസ് നമ്മൾ നോർമലി ചെയ്യാറുള്ള സംഭവം തന്നെയാണ്. നമുക്ക് റിക്വസ്റ്റ്, അതുപോലെ റെസ്പോൺസ്, നെക്സ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ async ഫംഗ്ഷൻ്റെ നെയിം ഞാൻ ഓത്ത് മിഡിൽവെയർ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിലെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് റിക്വസ്റ്റ്, റെസ്പോൺസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ്. സോ അതിന് ഞാൻ റിക്വസ്റ്റ്, അതിൻ്റെ ടൈപ്പ് റിക്വസ്റ്റ് എന്ന് കൊടുത്തു. ദെൻ റെസ്പോൺസ് ഉണ്ട്, സോ അതിൻ്റെ ടൈപ്പ് ഞാൻ റെസ്പോൺസ് എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ്, അതിൻ്റെ ടൈപ്പ് നെക്സ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് ടോക്കൺ വരുന്നത് റിക്വസ്റ്റ് ഹെഡറിലായിരിക്കും. റിക്വസ്റ്റ് ഹെഡറിൽ ഓതറൈസേഷൻ എന്ന് പറയുന്നൊരു കീയിലായിരിക്കും ടോക്കൺ വരുന്നത്. സോ നമുക്ക് ആദ്യം ആ ടോക്കൺ എടുക്കണം. ഞാനതൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യും. കോൺസ്റ്റ് ടോക്കൺ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഹെഡേഴ്സ് ഓഫ് ഓതറൈസേഷൻ. ഓക്കെ, ഈ ഓതറൈസേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ടോക്കൺ കിട്ടും. ഇനി നമുക്ക് ഈ ടോക്കൺ ഇല്ലെങ്കിൽ നമുക്കൊരു എറർ ത്രോ ചെയ്യണം, ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്കൊരു കണ്ടീഷൻ എഴുതാം. ഇഫ് ടോക്കൺ ഉണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ ടോക്കൺ വെരിഫിക്കേഷൻ ചെയ്യും. സോ സപ്പോസ് ഫ്രണ്ടിൽ നിന്ന് ടോക്കൺ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒരു എറർ ത്രോ ചെയ്യണം. സോ നമുക്കിവിടെ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് 401.jsm മെസ്സേജ് ആയിട്ട് നമുക്ക് authentication token is missing. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇമെയിൽ വെരിഫിക്കേഷനിൽ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ നമുക്ക് ഓത്ത് സർവീസിലോട്ട് പോകാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് JWT ടോക്കൺ വെരിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതേ ലൈൻ തന്നെ നമ്മളിവിടെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഓത്ത് മിഡിൽവെയറിൽ കൊണ്ടുപോയിട്ട്, ഓക്കെ, സോ നമ്മൾ JWT ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് JWT ഫ്രം JSON വെബ് ടോക്കൺ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർഫേസ് ആയിട്ടുള്ള യൂസർ ഡാറ്റയും കൂടെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഓത്തൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ അവർ അയക്കുന്ന ടോക്കൺ ഒരു ബിയറർ ടോക്കൺ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മളിവിടെ ഇമെയിൽ വെരിഫൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോഴേക്കും ഒരു ബിയറർ ടോക്കണാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. സോ നമുക്ക് വരുന്ന ടോക്കണും ഒരു ബിയറർ ടോക്കൺ ആയിരിക്കും. സോ നമ്മളിവിടെ വെരിഫൈ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ ബിയറർ എന്നുള്ള പോർഷൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് കോൺസ്റ്റ് ഓത്ത് ടോക്കൺ ഈക്വൽ ടു നമുക്ക് വരുന്ന ടോക്കൺ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റിൽ നമുക്ക് ബിയറർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ റെസ്പോൺസ് ഒരു അറേ ആയിരിക്കും. ദെൻ അതിലുള്ള സെക്കൻഡ് എലമെൻ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് വേണം നമുക്കിവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ. ഓക്കെ, ഇനി ടോക്കൺ വെരിഫൈ ആയില്ലെങ്കിൽ നമുക്കൊരു എറർ ത്രോ ചെയ്യണം. സോ അതിനായിട്ട് നമുക്കിതൊരു ട്രൈ ക്യാച്ചിലിടാം. ട്രൈ ക്യാച്ച്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എറർ ത്രോ ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ ഈ സെയിം സംഭവം തന്നെ ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഓത്തൻറ്റിക്കേഷൻ ടോക്കൺ മിസ്സിംഗ് എന്നതിന് പകരം ഫ്രോം authentication token. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെരിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിൽ വരുന്നത്
നമ്മൾ ആ ടോക്കൺ ജനറേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന പേലോഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ പേരുള്ള നമ്മൾ യൂസർ ഐ ഡി ഉണ്ട്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ യൂസർ ഐ ഡിയിൽ ഒരു യൂസർ എക്സിസ്റ്റിംഗ് ആണോ അല്ലേ നോക്കണം. എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അതിനെ എറർ ത്രോ ചെയ്യണം. ഇനി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ യൂസർ വെരിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു യൂസർ ഉണ്ടോ എന്നുള്ളത് നോക്കാം. സോ ഇഫ് res.user ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ആദ്യം ആ യൂസറെ ഫെച്ച് ചെയ്യണം. അതിനായിട്ട് കോൺസ്റ്റ് യൂസർ ഈക്വൽ ടു await യൂസർ എന്നുള്ളത് നമ്മുടെ യൂസർ മോഡലാണ്. യൂസർ ഡോട്ട് ഫൈൻഡ് വൺ. ഓക്കെ, ഇതിനകത്ത് വേർ ഐ ഡി എന്ന് പറയുന്നത് res.id. ഇഫ് ഇനി യൂസർ ഇല്ലെങ്കിൽ, ഇഫ് നോട്ട് യൂസർ, നമുക്ക് ഇവിടെ നിന്നൊരു എറർ ത്രോ ചെയ്യണം. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നേരെ കോപ്പി ചെയ്യാം, ഇടുക. ഓക്കെ, ഫോർ നോട്ട് ഫോർ. ഓക്കെ, സോ ഓക്കെ, റെസ്റ്റിന് പകരം നമുക്ക് ഒരു വെരിഫൈഡ് നോക്കാം. വെരിഫൈഡ്. ഓക്കെ, then res.id പകരം verified.id. okay, then user not found. ഓക്കെ, ഇനി യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂസർ വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിനായിട്ട് ഇഫ് യൂസർ നോട്ട് വെരിഫൈഡ് ഈസ് വെരിഫൈഡ്, യൂസർ വെരിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എറർ ത്രോ ചെയ്യണം. ഓക്കെ, സോ യൂസർ നോട്ട് വെരിഫൈഡ്. ഓക്കെ, ഇനി ടോക്കൺ വെരിഫൈ ആയി, അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലോട്ട് നമുക്കൊരു യൂസർ എന്ന് പറയുന്നൊരു ഫീൽഡിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതിനായിട്ട് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഈക്വൽ ടു നമ്മുടെ വെരിഫൈഡിനകത്തുള്ള യൂസർ ഡാറ്റ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഏത് റിക്വസ്റ്റിലും എവിടെ വേണമെങ്കിലും നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് യൂസർ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ലോഗിൻഡ് ആയിട്ടുള്ള യൂസർ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്നതിലോട്ട് നമ്മുടെ ആ ഒരു റെസ്പോൺസ് കൊടുക്കുന്നത്. ഈ വെരിഫൈഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമുക്ക് യൂസറുടെ ഇമെയിൽ, അതുപോലെ തന്നെ നെയിം, ഐ ഡി, ഈസ് വെരിഫൈഡ്, ഇത്രയും ഡാറ്റ അതിലുണ്ടാവും. സോ അതാണ് നമ്മൾ ഈ റിക്വസ്റ്റ് ഡോട്ട് യൂസറിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു എറർ ഉണ്ട്, അത് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ദെൻ അതിനുശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ വിളിക്കാം. ദെൻ അത് അടുത്ത ഫംഗ്ഷനിലോട്ട് അത് പാസ്സാവും. ഓക്കെ, നമ്മൾ ഈ മിഡിൽവെയർ കൺട്രോളറിന് മുമ്പാണ് വിളിക്കുക. സോ ഇവിടെ നമ്മൾ നെക്സ്റ്റ് വിളിക്കുമ്പോൾ അത് നേരെ നെക്സ്റ്റ് കൺട്രോളർ ഫംഗ്ഷനിലോട്ട് പോകും. നമ്മൾ വാലിഡേഷൻ മിഡിൽവെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് യൂസർ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ റിക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രസ്സിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ആണ്. അതിൽ യൂസർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ അടിക്കുന്നത്. സോ അടുത്തതായിട്ട് അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനകത്ത് ഞാൻ ടൈപ്സ് എന്ന് കൊടുത്തു. ദെൻ അതിനകത്ത് ഒരു പുതിയൊരു index.d.ts ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ടൈപ്പ് ഡിക്ലറേഷൻ ഫയൽ ആയതുകൊണ്ടാണ് നമ്മൾ d.ts എന്ന് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എക്സ്പ്രസ്സിന് ഒരു നെയിം സ്പേസ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് ഡിക്ലെയർ നെയിം സ്പേസ് എക്സ്പ്രസ്. ഓക്കെ, കാരണം നമ്മൾ എക്സ്പ്രസ്സിനകത്തുള്ള റിക്വസ്റ്റിലേക്കാണ് നമ്മൾ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്പ്രസ്. ദെൻ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് റിക്വസ്റ്റ് ഒബ്ജക്റ്റിലോട്ടാണ് ഈ യൂസർ എന്ന് പറയുന്ന ഫീൽഡ് ആഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യുക. എക്സ്പോർട്ട് ഇൻ്റർഫേസ് റിക്വസ്റ്റ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഫീൽഡ് കൊടുക്കുക. സോ യൂസറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ യൂസർ എന്ന് കൊടുക്കുക. ദെൻ അതിൻ്റെ ടൈപ്പ് കൊടുക്കുക. നമ്മൾ അതിൻ്റെ ടൈപ്പ് യൂസർ ഡാറ്റ എന്ന് പറയുന്ന ടൈപ്പാണ് കൊടുക്കുന്നത്. സ്റ്റിൽ നമുക്ക് ഓത്ത് മിഡിൽവെയറിൽ ഇഷ്യൂ പോയിട്ടില്ല. അതിന് കാരണം നമ്മൾ ഈ .d.ts ഫയലിനകത്ത് നമുക്കൊരിക്കലും ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് എറർ അടിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മുകളിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ദെൻ നമ്മുടെ യൂസർ ഡാറ്റ ഇൻ്റർഫേസ് ഇരിക്കുന്ന പാത്ത് കൊടുക്കാം. സോ അതിരിക്കുന്നത് ഇൻ്റർഫേസ്/auth ഇൻ്റർഫേസ്, അതിനകത്തുള്ള യൂസർ ഡാറ്റ. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓത്ത് മിഡിൽവെയറിനകത്തുള്ള എറർ പോയിട്ടുണ്ട്. ദെൻ ഇനി നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിനി റിക്വസ്റ്റ് ഡോട്ട് യൂസർ വിളിക്കാൻ പറ്റും. ആ റിക്വസ്റ്റ് ഡോട്ട് യൂസറിനകത്ത് ഇത്രയും ഡാറ്റയും നമുക്ക് എവിടെയും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓത്ത് മിഡിൽവെയർ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ ഇനി അവസാനമായിട്ട് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് കൂടെ ചെയ്യണം. സോ എക്സ്പോർട്ട് ഡിഫോൾട്ട് ഓത്ത് മിഡിൽവെയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഓത്ത് മിഡിൽവെയർ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.